ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബലൂൺ ഷവർമന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊടി ഒന്ന് കുഴച്ച് വെക്കാനുണ്ട്. ഞാനിതാ ഒരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ പാലിലാട്ട കുഴച്ചെടുക്കുന്നത്. ഇളം ചൂട് പാലാട്ട എടുത്തത്. അതിൽ കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും വെള്ളവും മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണോ. അതിനു മുമ്പേ ഈ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ബൗളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ ആ ഒരു ഡോന് മേലെയും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതവിടുന്ന് ആയി വരട്ടെ. ആ ഒരു സമയത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് കുറച്ച് വലുപ്പത്തിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തത്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ചിക്കന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ആയിരിക്കും. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനത് ഫ്രൈ ആക്കി എടുത്തിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ എടുത്തത്. പിന്നെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതെടുത്തിന്. പിന്നെ ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് കക്കിരി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കക്കിരി വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കാം. ഇത് നമുക്ക് മയോണൈസിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് കുറേ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് അങ്ങ് കൂടിപ്പോവും. അപ്പം കുറച്ച് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ കുറേ അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫില്ലിംഗ് അങ്ങ് ലൂസായി പോവും. അപ്പോൾ അതുകൊണ്ട് നോക്കി അങ്ങനെ മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് കണക്കായിട്ട് മയോണൈസ് അങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സമയത്തിലേക്ക് നമ്മൾ ആ ഒരു ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചതിനേക്കാളും ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 1.5 മണിക്കൂർ അങ്ങനെയാട്ടോ വെച്ചത്. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചൊന്ന് ടൈം എടുക്കും പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് കൈ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ബോൾസ് ആക്കി എടുത്തിന്. ഇനി ഇതാ ഇതിപ്പോൾ ഞാൻ കറുത്ത എള്ളാട്ടാ എടുത്ത് വെച്ചത്. ഇതിന് പകരം വേണമെങ്കിൽ വെളുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി എള്ള് അഥവാ ഇല്ല എങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മുക്കിക്കൊടുക്കാം. അപ്പോൾ ഇതിന് മേലെ എള്ളിങ്ങനെ നിന്നോളൂ. പിന്നെ ഇത് പൊടി നമ്മൾ ഇട്ട് കൊടുക്കാണ്ട് തന്നെ ഇത് ഫസ്റ്റ് എള്ളിൽ അങ്ങനെ ഒന്ന് മുക്കിയെടുക്കണോ. അല്ലെങ്കിൽ പിന്നെ എള്ളതിൻ്റെ മേലെ നിൽക്കൂല. പൊടി ഇട്ട് കൊടുത്ത ശേഷമാണ് നമ്മൾ
ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ നിൽക്കൂല കേട്ടോ. അപ്പോൾ എള്ള് അങ്ങനെ ആക്കി കൊടുത്ത ശേഷം പൊടിയിട്ടിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കട്ടിയിൽ അങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ട് ഞാൻ പരത്തിയെടുത്തിന്. ഇത് ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ പരത്തിയെടുത്തത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതിനി ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഭട്ടൂരിയെല്ലാം ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡിൽ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമുക്ക് ഇത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചങ്ങനെ പരത്തിയെടുത്തിനെ. നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്ന ആ ഒരു സെയിം മെത്തേഡിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത വടഞ്ഞ് നല്ലോണം ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നോളൂ. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ വേഗം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും ആയി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം. നമ്മൾ പൂരി ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ചങ്ങനെ ചെയ്തെടുത്തിന്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ കത്രിക വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, പക്ഷെ ഇത് ഞാൻ ആക്കിയെടുത്ത വടയുണ്ട് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കത്രിക വെച്ചിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നേരത്തെ അങ്ങനെ ഫില്ലിങ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വെജിറ്റബിൾസെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് ആ വെജിറ്റബിൾസിലേക്ക് മയോണൈസ് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ നേരത്ത് മയോണൈസ് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതങ്ങ് നേരത്തെ മയോണൈസ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെള്ളം ഊറിയ പോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി മേലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബലൂൺ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.